മലയാളികൾക്ക് വളരെയധികം സുപരിചിതയായ ഒരു താരമാണ് ശ്രീവിദ്യ. ശ്രീവിദ്യ മുല്ലച്ചേരി എന്ന് പറയുന്നതിനേക്കാൾ ഉപരി മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ശ്രീവിദ്യ എന്ന് പറയുന്നത് തന്നെയായിരിക്കും വളരെയധികം തന്നെ ഒരു വലിയ സന്തോഷം. ഇപ്പോഴിതാ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ശ്രീവിദ്യയും രാഹുലും കൂടി ചേർന്നുകൊണ്ട് കാസർഗോഡുള്ള എല്ലാ ജനങ്ങളോടൊപ്പം നിന്നിരുന്നു. അവിടെ ഒരു ആശുപത്രി പണിയുന്നതുമായി ബന്ധപ്പെട്ട് തന്നെയായിരുന്നു അവിടെ ഇത്രയും ദിവസമായി പ്രശ്നങ്ങളെല്ലാം നടന്നത്. കാസർഗോഡ് ആശുപത്രി വേണമെന്നും അതിന് ചില ഫണ്ട് അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട് നടന്ന ഒരു കാര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ വളരെയധികം സന്തോഷത്തോടെ 60 കോടിയോളം രൂപ സാങ്ഷൻ കിട്ടിയത് എന്ന് പറയുന്നുണ്ട്. ആ സാങ്ഷൻ കിട്ടിയ പൈസയിൽ തന്നെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ എല്ലാവരും സന്തോഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ശ്രീവിദ്യയ്ക്ക് വളരെയധികം നന്ദിയും എല്ലാവരും അറിയിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ശ്രീവിദ്യ ആ ഒരു കാര്യത്തിൽ പങ്കെടുത്തതിന് ശേഷമാണ് ഏറ്റവും കൂടുതൽ ആളുകളും ഫണ്ടുകളും അവിടേക്ക് എത്തിയത് എന്ന് പറയുന്നു. ഇതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിലും എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കുന്നതും ഇത്തരത്തിൽ തന്നെ ആയിരുന്നു. 2 വർഷങ്ങൾക്ക് മുൻപാണ് ശ്രീവിദ്യ വിവാഹിതയായത്. സെപ്റ്റംബർ മാസത്തിലായിരുന്നു വിവാഹിതയായത്. അന്നു മുതൽ തന്നെ പ്രേക്ഷകരെല്ലാവരും രാഹുലിൻ്റെ വാർത്തകളും ഏറ്റെടുക്കാറുണ്ട്. ഒരു സംവിധായകനാണ് രാഹുലെങ്കിലും ഇപ്പോൾ ഭൂരിഭാഗം സമയവും ഇൻഫ്ലുവൻസറായി തന്നെ നിൽക്കാനാണ് രാഹുലിന് ഏറ്റവും ഇഷ്ടമെന്ന് തോന്നുന്നു. രാഹുൽ കൂടുതൽ സമയവും വീഡിയോ പങ്കുവെച്ചുകൊണ്ടാണ് എത്താറുള്ളത്. രാഹുലിൻ്റെ വീഡിയോയ്ക്കായി കാത്തിരിക്കുന്ന ഒരുപാട് പേര് ഇദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. അദ്ദേഹം വളരെ നന്നായി കഥ പറയുമെന്നാണ് പ്രേക്ഷകർ തന്നെ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ വളരെയധികം തന്നെ ഏറ്റെടുക്കുന്നൊരു വാർത്തയായി ഇത് മാറുന്നു. കാസർഗോഡ് നിന്ന് വന്ന ഒരു പെൺകുട്ടിയായതുകൊണ്ട് തന്നെ കുറച്ചധികം ദിവസങ്ങളായി തന്നെ കാസർഗോഡിന് വേണ്ടി അഘോരാർത്ഥം പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു ശ്രീവിദ്യ. അതിനാണ് ഇപ്പോൾ ഒരു ഉത്തരം ലഭിച്ചിരിക്കുന്നത്. 60 കോടിയോളം രൂപ കിട്ടിയെന്നത് വളരെയധികം സന്തോഷമുള്ള നിമിഷമായി തന്നെ കാണുന്നുവെന്ന് ശ്രീവിദ്യ ഇതിനെക്കുറിച്ച് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ശ്രീവിദ്യയുടെ സന്തോഷം ശ്രീവിദ്യ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുകയും ചെയ്തു. 60 കോടിയോളം രൂപ ഏറ്റെടുത്ത സന്തോഷത്തിൽ പ്രേക്ഷകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് നല്ലതുപോലെ തന്നെ പ്രതികരിക്കുന്നുണ്ട്. കുറേയധികം നാളുകളായി തന്നെ ഇവർ ഇതിനു വേണ്ടി ശ്രമിക്കുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി ഇത് വേഗം മാറുകയും ചെയ്തു. ഏകദേശം 57 കോടി രൂപയാണ് കിട്ടിയത്. അത് ഏകദേശം ഇപ്പോൾ 60 കോടിയോളം എത്തിക്കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതൊരു നല്ല ആശുപത്രി പണിയാൻ മാത്രമുള്ള ഒരു രീതിയിലേക്ക് എത്തിക്കുകയും ചെയ്യും. അതാണ് മറ്റൊരു നല്ല കാര്യം. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും ഇതേപോലെ നല്ലതായി തന്നെയാണ്. ആരാധകർക്ക് വളരെയധികം ഇഷ്ടമാണ്. ഇതിനു മുൻപും ആരാധകരുടെ പ്രീതി ഇത്തരത്തിൽ ആരാധകർ പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇവരുടെ വാർത്തകൾക്ക് വളരെയധികം പ്രാധാന്യമുള്ളത്. ആരാധകർ എപ്പോഴും സ്നേഹത്തോടെ കാണുന്ന താരങ്ങൾ തന്നെയാണ് രാഹുലും ശ്രീവിദ്യയും. ഇവരുടെ വിവാഹശേഷം കാസർഗോഡ് നിന്ന് ആരാധകർ ഇവർക്ക് കൂടി. കാസർഗോഡ് നാടിനെ പറ്റി വളരെയധികം ശ്രീവിദ്യ എല്ലായിടത്തും സംസാരിക്കാറുണ്ട്. അവിടുത്തെ സംസാരവും ഭാഷയും ശൈലിയും എല്ലാം തന്നെ ശ്രീവിദ്യ എപ്പോഴും പുറത്തു കൊണ്ടുവരാറുമുണ്ട്. അക്കൂട്ടത്തിലാണ് ഇപ്പോൾ അവിടെയുള്ള ആളുകൾക്ക് വേണ്ടി ശ്രീവിദ്യ ഒപ്പം നിൽക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.